കർക്കിടക മാസം രാമായണ മാസമാണല്ലോ. രാമായണത്തിലെ വളരെ ചെറിയ ഒരു കഥയായ താടകാവധം എന്നതാണ് നമ്മൾ ഇന്ന് പപ്പറ്റ് ഷോയിലൂടെ കാണാൻ പോകുന്നത്. വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയാണ് താടക എന്ന ഭയങ്കരിയായ രാക്ഷസിയെ വധിക്കാൻ. ആ കഥയാണ് ഇന്ന് നമ്മൾ പപ്പറ്റ് ഷോയിലൂടെ കാണാൻ പോകുന്നത്. അയോധ്യയിൽ ദശരഥ മഹാരാജാവിന് 4 പുത്രന്മാരാണ്: രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ. അവർ സന്തോഷത്തോടെ വളർന്ന് 15-16 വയസ്സായ സമയത്ത് വിശ്വാമിത്ര മഹർഷി കൊട്ടാരത്തിലേക്ക് വരികയാണ്. അദ്ദേഹം വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, മഹർഷിമാർ സാധാരണയായി വനാന്തരങ്ങളിലാണ് താമസിക്കുക. അവർക്ക് നദികളിൽ സ്നാനം ചെയ്യണം, തപസ്സു ചെയ്യണം. അവർ വനവാസമെല്ലാം ചെയ്യുന്നത് കൊണ്ടാണ് രാജ്യത്തിന് ഐശ്വര്യമുണ്ടാകുന്നത് തന്നെ. അങ്ങനെ വനവാസം ചെയ്യുന്ന മഹർഷിമാർക്ക് ശല്യമുണ്ടാക്കുന്നതിനായി താടക എന്ന രാക്ഷസി കരുഷം എന്ന വനത്തിൽ ഒരുപാട് പ്രശ്നമുണ്ടാക്കുകയാണ്. ആ വനത്തിലാണ് വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമം. അദ്ദേഹത്തിന് ഒരു യാഗം ചെയ്യുന്നതിനായി ഈ താടകയുടെ ശല്യം അവസാനിപ്പിക്കണം. അദ്ദേഹത്തിനറിയാം, ശ്രീരാമന് മാത്രമേ താടകയെ വധിക്കാൻ സാധിക്കൂ. അതിനായിട്ടാണ് വിശ്വാമിത്ര മഹർഷി അയോധ്യയിൽ വന്ന് രാമനെ എൻ്റെ കൂടെ വിടണം, യാഗരക്ഷയ്ക്കായിട്ടാണ് എന്ന് പറയുന്നത്. ദശരഥ മഹാരാജാവിന് വിഷമമായി. പക്ഷെ വസിഷ്ഠ മുനി പറഞ്ഞു, രാമനെ ധൈര്യമായി വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ വിടാം. രാമൻ നിസ്സാരക്കാരനല്ല. നമ്മൾ വിടുന്നതോ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെയും. അതുകൊണ്ട് തന്നെ മഹാരാജാവിന് ധൈര്യമായി വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ രാമലക്ഷ്മണന്മാരെ പറഞ്ഞയക്കാം. അങ്ങനെ ദശരഥ മഹാരാജാവിൻ്റെ സമ്മതത്തോടുകൂടി വിശ്വാമിത്ര മഹർഷി രാമനെയും ലക്ഷ്മണനെയും കൊണ്ട് വനത്തിലേക്ക് പോകുകയാണ്. താടക എന്ന രാക്ഷസിയുടെ ശല്യം അവസാനിപ്പിക്കുന്നതിനായിട്ടാണ് വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ വനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. യാത്ര തുടരവേ വലിയ വലിയ അലർച്ചകളെല്ലാം കേട്ടു തുടങ്ങി. അപ്പോഴാണ് താടക വലിയൊരു പാറക്കല്ലുമായി രാമലക്ഷ്മണന്മാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഒരൊറ്റ അമ്പുകൊണ്ട് തന്നെ പാറക്കല്ല് കഷ്ണം കഷ്ണമായി. അടുത്ത അമ്പുകൊണ്ട് ശ്രീരാമദേവൻ താടകയെ വധിക്കുകയും ചെയ്തു. താടകയുടെ മക്കളായ മാരീചനും സുബാഹുവും രാമലക്ഷ്മണന്മാരെ നേരിടുന്നതിനായി വന്നു. അങ്ങനെ താടക എന്ന ഭയങ്കരിയുടെ ശല്യം അവസാനിക്കുകയാണ്. രാമ രാമ രാം 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 ജയ രാമ രാമ രാം രാം രാം. എന്നും നമുക്ക് ചെയ്യാം, പക്ഷേ കർക്കിടക മാസത്തിൽ നമുക്ക് ജോലിയൊന്നുമില്ല. മഴ തന്നെ മഴ. കണ്ടോ, ഹോളിഡേ വന്നിട്ടിരിക്കല്ലേ. ഈ ഹോളിഡേ രാമ രാമ രാം 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 ജയ രാമ രാമ രാം രാം രാം. രാമ
മംഗളം. ഹരിശ്രീ ഗണപതിയെ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ 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 രാവണാന്തക രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ നാരായണായ നമഃ ഇതാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ടീച്ചേഴ്സ് എല്ലാം ഒരു കേരള ഡ്രസ്സിൽ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് അല്ലേ? അപ്പൊ തന്നെ മനസ്സിലായിണ്ടാവും എന്തെങ്കിലുമൊക്കെ. പിന്നെ സിന്ധു മിസ് പറഞ്ഞിട്ടുണ്ട് രാമായണം വീട്ടിൽ ചിലരൊക്കെ വായിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങളെല്ലാം നിങ്ങളുടെ പാരൻസ് വായിച്ചിട്ടുണ്ടാവും. അതിന്റെ പ്രാധാന്യം വീണ്ടും വീണ്ടും നിങ്ങളുടെ നാമം ജപിച്ച് വീട്ടിലിരിക്കുകയാണ്, രാമായണം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. 6 കാണ്ഡങ്ങളിലായി വാൽമീകി എഴുതിയിട്ടുള്ള രാമായണമാണ് നമ്മൾ ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത്. എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റില്ല, അറ്റ്ലീസ്റ്റ് 7 days എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ചെയ്യാം. നിങ്ങളത് കേട്ടു നോക്കൂ. രാമായണം വായിക്കുന്നതും കേൾക്കുന്നതും വളരെ വിശേഷമാണ്. ബുദ്ധിയില്ലാത്തവർക്ക് ബുദ്ധി ഉണ്ടാവാൻ, ധനമില്ലാത്തവർക്ക് ധനം ഉണ്ടാവാൻ, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവാൻ, പിന്നെ ദീർഘമംഗല്യം കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മൾ ഏറെ കാലം സുഖമായി ജീവിക്കാൻ, ഇതൊക്കെ ഇതിന്റെ പ്രാധാന്യമാണ്. അപ്പൊ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. നിങ്ങൾ ആദ്യം LKG സ്റ്റുഡൻസ്, UKG കഴിഞ്ഞെല്ലാം കണ്ടിട്ടുണ്ടാവും. UKG ആദ്യമായിട്ട് കാണുകയാണ്. അപ്പൊ ഇവിടെ രാമായണം പാരായണം തുടങ്ങാൻ പോവുകയാണ്. ഇവിടെ കുറച്ച് ദശപുഷ്പങ്ങൾ കൊണ്ടു വെച്ചിട്ടുണ്ട്. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. ആധ്യാത്മരാമായണം ബാലകാണ്ഡം. ഹരിശ്രീ ഗണപതിയെ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാ മമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ മമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ. വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമോ നമഃ.
കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. ഈ മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഇന്നലെ ബാലകാന്ഡാണ് വായിച്ചത്. ഇന്ന് രണ്ടാമത്തെ കാണ്ടായിട്ടുള്ള അയോധ്യ കാണ്ടാണ് വായിക്കുന്നത്. ശ്രീരാമന്റെ പിന്നെ അയോധ്യയിലുള്ള ജീവിതമാണ് കേട്ടോ അതിൽ കാണിക്കുന്നത്. താമസാശിഷമകറ്റേണമേഷുമീ ദാമോദരൻ പരിതാപാമൃതാമിന്നിയു മാമോദം ഉൾക്കൊണ്ടു ചൊല്ലു സരസമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാ മകലും പലാജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ. പങ്കജാനേത്രൻ കഥകൾ കേട്ടിടിനാൻ. ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലാനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നെ ദർപ്പം ശമിപ്പിച്ചു. മാർഗവും പിന്നീട്ട് അയോധ്യാപുരി പൊക്കു. മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. എന്നരുൾ ചെയ്തു ചെന്നു പുക്കിതു പഞ്ചവടി തന്നിലാമാരു സീതാ ലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവും ഉണ്ടാക്കിനാൻ. ഉത്തമ ഗംഗാ നദിക്കുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകി ദേവിയോടും. കദളീപന സാമ്രാജ്യഖില ഫല വൃക്ഷാവൃത കാനേന ജനസംവാദ വിവർജിതേ നീരുജസ്ഥലേ വിനോദിപ്പിച്ചു ദേവി തന്നെ. ശ്രീരാമൻ അയോധ്യയിൽ വാണേതുപോലെ വാണാൻ. ഫലമൂലാദികളും ലക്ഷ്മണനനുദിനം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടു മടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്ദ്യന്മാരെ ശ്രീരാമശ്രുതിയോടെ പറഞ്ഞു തുടങ്ങിയിടിന. സന്ദേശു ശീതളെ ഭൂതലെ ഭൂലോകപാലന്മാരിരുവരും ഋഷ്യമുഖാദി പാശസ്ത്വലെ സന്തതം നിശ്വാസം ഉൾക്കൊണ്ടു വിപ്രലാപത്തോടും സീതാവിരഹം പോറാഞ്ഞു കലകയും ചൂതായുധാർത്തി മുഴുത്തു പറകയും ആദി കലർന്നു നടക്കും വിധവും ഭീതനായി വന്നു ദിനകരപുത്രനും. സത്വരം മന്ത്രികളോടും കുതിച്ചു പാഞ്ഞുത്തുംഗമായ ശൈലാഗ്രമേറിയിടിനാൻ. മാരുതിയോടു ഭയേന ചൊല്ലിയിടിനാൻ ആരീ വരുന്നിതുവർ സന്നദ്ധരായി. നേരെ ധരിച്ചു വരിക നീ വേഗേന ധീരന്മാരത്രയെന്നു തോന്നും കണ്ടാൽ.
വാക്കുള്ളവരത്രയും തേജസ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാണുക നീ. താപസവേഷം ധരിച്ചിരിക്കുന്നിതു ചാപബാണാശി ശസ്ത്രങ്ങളുമുണ്ടല്ലോ. നീയൊരു വിപ്രവേഷം പൂണ്ടവരോടു അക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ഗ്രീവൻ ശ്രീരാമ സന്നിധിയിലാണ് മിസ് വായിക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം അങ്ങിനി പാർക്കയില്ലെന്നു സുഗ്രീവനു തേരിൽ കരേറി സുമിത്രാത്മജനുമായി ബേരി മൃദംഗ ശങ്കാദിനാദത്തോടും അഞ്ജനാപുത്ര നീലാംഗദാ ധൈര്യലം അഞ്ജസ വാനര സേനയോടും തഥാ ചാമരശ്വേതാദ പത്രവ്യജനവാൻ സാമര സൈന്യനാ ഗണ്ഡലനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതിൻ ആമോദമോടു നടന്നു കബീവരൻ ഗഹ്വരദ്വാരി ശിലാതലേ വാഴുന്ന വിഹ്വല മാനസം ചീരാജീവതരം ശ്യാമം ജഡാമകുടോജലം മാനവം രാമം വിശാല വിലോല വിലോചന. മധുരം മധുരാക്ഷരം ആരോഗ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക ജയ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. സകല ശുഗകുല വിമല തിലകളകളേബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ, കഥയ മമ കഥകളതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതീവരാ. കിളിമകളോടതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം കളമൊഴിയുമഴകിനോടു തൊഴുതു ചൊല്ലിയിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ. ഹിമശിഖരി സുതയോടു ചിരിച്ചു ഗംഗാധര നെങ്കിലോ കേട്ടുകൊൾ എന്നരുളി ചെയ്തു. യോജന വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃത ചരണ നളിനയുഗളം മുതാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം. കവിവരരൊടിതമത ഫലസഹിതമുര ചെയ്തിതു കണ്ടുകൊൾവിൻ നിങ്ങളെങ്കിലെല്ലാവരും. മമ ജനക സദൃശന മഹതിമചവമ്മലംബരേ മാനനെ പോകും നിദാശരേ ശാലയേ. അജനതനയനതിശരമധിക സാഹസ ലബ്ധൈവ പശ്യാമി ശ്രീരാമ പത്നി. കുഞ്ചന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം അരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. പ്രവേശം.
ശത്രുഘ്നനോടു ഭരതകുമാരനും അത്യാദരം നിയോഗിച്ചാനന്തരം പൂജ്യനാം നാഥൻ എഴുന്നള്ളു നേരത്ത് രാജ്യമലങ്കരിക്കേണമെല്ലാടവും. ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടും അത്യസ്തയാ ദീപാവലിയുമുണ്ടാക്കണം. സൂതവൈതാളിക വന്ദി സ്തുതി പാടകം ആദി ജനങ്ങളുമൊക്കെ വന്നിടണം. വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കയും വേണം, പാദ്യാദികളുമൊരുക്കണമേവരും. രാജതാരങ്ങൾ ആദ്യജനങ്ങളും